ഹലോ ഗെയ്സ്, നമ്മളുടെ മാർക്കറ്റ് പിക്കായിട്ടാണ് എന്നെ വന്നേക്കുന്നത്. ഞാൻ സെക്കൻഡ് അക്കൗണ്ടിലാണ് ഫസ്റ്റ് തന്നെ ആക്കുന്നത്. കാരണം മെയിൻ അക്കൗണ്ടിൽ ആവശ്യത്തിനുള്ള ഫോൾഡർ കിട്ടിയിട്ടില്ല. സോ അതെന്തായാലും നാളെ സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, കിട്ടുമ്പോഴത്തെ കാർഡ്സൊക്കെ ഇരിപ്പുണ്ട്, നോക്കാം. എന്തായാലും കറക്റ്റ് 12,000, ഒരു 500 കൂടുതലുണ്ട്. കുറച്ചുകൂടെ ഞോ അടിച്ചിട്ടാക്കാം ഗെയ്സ്, നോക്കാം എന്താ കിട്ടുന്നതെന്ന്. മിക്കവാറും ഞാൻ ടോക്കൺ തന്നെയായിരിക്കും എടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഇല്ലെങ്കിൽ വല്ല ടീം ഓഫ് സീസണിൻ്റെ ഇത് വരുവാണെങ്കിൽ അതെടുക്കാം ഗൈസ്. കാരണം ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് മാർക്കറ്റ് പിക്ക് ചെയ്യാനുള്ള കുറച്ചുണ്ടായിരുന്നു, അത് വെച്ച് ചെയ്തതേ ഉള്ളൂ. ആൻഡ് ഓക്കെ, 105-ൻ്റെ തയ്യുവിൻ്റെ കാർഡുണ്ട്. സോ നമുക്കത് വേണ്ട. 30 ഷാർഡുണ്ട് ഇതിനകത്ത്. ഞാൻ ഷാർഡ് അങ്ങനെ നോക്കുന്നില്ല, എന്തായാലും നമുക്ക് ടോക്കൺ എടുക്കാം. കാരണം ഇതിനകത്ത് ഞാൻ കൂടുതൽ പ്ലേയേഴ്സിനെ എക്സ്ചേഞ്ച് അടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇത് ഞാൻ ആക്ച്വലി സ്കോഡ് ബിൽഡ് ചെയ്യുക അല്ല, ജസ്റ്റ് പാക്ക് ഓപ്പൺ ചെയ്യാൻ മാത്രമുള്ള ഒരു ഇതാണ്. ആൻഡ് നമ്മൾ മെയിൻ അക്കൗണ്ടിൽ എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടോക്കൺ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ 250 സാധനം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്ക് ഇത് പോകുമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കൊരു ഫ്രീ പാക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് തുടങ്ങാം. ഓക്കെ, പാവളോ ഫുട്ടൂറേൻ്റെ കാർഡാണ്, ഫ്യൂട്ടറേ എന്നാണ്. ഓക്കെ, നമുക്കെന്തായാലും നമ്മളെ 12,000-ന് തന്നെ ചെയ്യാം കേസ്. കാരണം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നമുക്ക് 125 ടോക്കൺ എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നു. ചിലർക്ക് കിട്ടിയിട്ടില്ല, മീൻസ് ചിലർക്ക് ഫുള്ളും പ്ലേയേഴ്സിനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ട്രേഡബിൾ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്തായാലും അൺട്രേഡബിൾ ആണ്. ആൻഡ് ഹയസ്റ്റ് നൈസ് നമ്മളെ കമവിംഗയുടെ കാർഡ് ഉണ്ട്. സോ നമുക്കിപ്പം മിഡ് ആവശ്യമില്ല, ഓൾറെഡി വിറ്റീനിയൻ്റെ കാർഡ് ഉണ്ടല്ലോ 106. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുകയാണ് സെൻറ്റർ മിഡ്. ആൻഡ് നമുക്ക് എന്തായാലും ടോക്കൺ എടുക്കാൻ കഴിച്ചു, വേറെ ഇതൊന്നുമില്ല. 30 ഷാർഡിനുള്ള ഒരു പ്ലെയർ ഉണ്ട്, അത് വേണ്ട എന്തായാലും, മെയിൻ അക്കൗണ്ട് അല്ലേ. കേസ് നമുക്ക് എന്തായാലും അവരെ ക്ലെയിം ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കുക. നിങ്ങൾക്ക് ആരാ കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക മാർക്കറ്റ് പിക്ക് ചെയ്തിട്ട്. ഓക്കെ, ക്ലെയിം ചെയ്യാം. 120 ടോക്കണും പിന്നെ ഈ കാർഡും. ആൻഡ് കേസ് നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിൽ ഇന്നലെ ഇതാക്കിയായിരുന്നു. എന്നാൽ അവർക്ക് അത്യാവശ്യം നല്ല ഫോൾഡർ ഉണ്ടായിരുന്നു കേസ് സെക്കൻഡ് അക്കൗണ്ടിൽ. അതുകൊണ്ട് തന്നെ കേസ് വീണ്ടും എക്സ്ചേഞ്ച് അടിച്ചിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് തന്നെ കേസ് ഒരു ടീം ഓഫ് സീസണിൻ്റെ ഒരു പ്ലെയർ കിട്ടിയിട്ടുണ്ട്. ട്രേഡബിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇതിനകത്ത് വെറുതെ പ്ലേയേഴ്സിനെ വെച്ചിട്ടൊരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ടോക്കണായിട്ട് എക്സ്ചേഞ്ച് അടിച്ചു. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. 15 മില്യൺ കിട്ടുമോ? 15 മില്യൺ കിട്ടും. അതിൻ്റെ അടുത്ത് നമുക്ക് നോക്കാം. ഇതിനകത്തുനിന്ന് എനിക്ക് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഹയസ്റ്റ് റേറ്റ് കിട്ടിയത് തന്നെ 101 അങ്ങാനാണ്. അതന്നെ വലിയ കാര്യം. ഓക്കെ, സോ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏകദേശം ഒരു 45 മില്യൺ വെറുത്തുണ്ട് പ്ലേയേഴ്സ്, 50 മില്യൺ. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രീ പാക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മളെ തേർഡ് അക്കൗണ്ടിൽ മാർക്കറ്റ് പിക്ക് ചെയ്യാം. ആൻഡ് 5 ടോക്കൺ കിട്ടി. അതൊരു ഡബിൾ തന്നെയാണ്, കാരണം ഫ്രീ പാക്കിൽ നിന്നൊക്കെ 5 ടോക്കൺ കിട്ടുക അത്ര എളുപ്പമല്ല. കൃത്യം 12,000 ഉണ്ട്, ബാക്കി എല്ലാത്തിലും 500 കൂടുതലുണ്ടായിരുന്നു. ഇത് കൃത്യമാണ് കേസ്. ഇതിനകത്തിന് എക്സ്ചേഞ്ച് അടിക്കാൻ ഒരു പ്ലേയേഴ്സും ഇല്ല. നമുക്ക് നോക്കാം. ഓക്കെ, ടോക്കൺ തന്നെയാണ് ബെസ്റ്റ്. ബട്ട് ഇതിനകത്ത് ടോക്കൺ കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഇതിനകത്ത് സ്കോഡ് ബിൽഡ് ചെയ്യണമെന്നുണ്ട് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഞാൻ സെൻറ്റർ ബാക്ക് എടുക്കുകയാണ്. ഈ ബോൺ ഗിയോർണോൻ്റെ സെൻറ്റർ ബാക്ക് കാർഡ് എടുക്കുകയാണ്. ഇതിനകത്ത് ഹയസ്റ്റ് റേറ്റഡ് സെൻറ്റർ ബാക്ക് തന്നെ 103 104 അങ്ങാനാണ്. സോ അതെന്തായാലും സ്കോഡിലിട്ട് നോക്കാം കേസ്, എന്തെങ്കിലും അപ്ഗ്രേഡ് വരുമോ ഇല്ലയോ എന്ന്. ഇതിനകത്ത് ടോക്കൺ എടുത്തിട്ട് കാര്യമില്ല കേസ്, നമ്മളെ എക്സ്ചേഞ്ച് അടിക്കാൻ പ്ലേയേഴ്സ് ഇല്ല. പിന്നെ ഇത് കഴിയുമ്പോൾ എന്തായാലും ആ ടോക്കൺ പോവും, അതുകൊണ്ടാണ്. ഓക്കെ, വോക്കൗട്ട് കാണാം. ഇറ്റലി സെൻറ്റർ ബാക്ക് ആൻഡ് നാപ്പോളി. ഓക്കെ, 5 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്കോഡിൽ ടോക്കൺ കേസ് എന്തായാലും മാറ്റം വരുമോ എന്ന് നോക്കാം. നിങ്ങൾക്ക് ആരെ കിട്ടിയുള്ള കേസ് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു മാറ്റവും കാണുന്നില്ല. എന്തായാലും റാങ്ക് അപ്പ് ചെയ്യാൻ മഷറാനും ഉണ്ടാവില്ല. ഓൾറെഡി പാക്കേറ്റുള്ള മയയുടെ കാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. മയേഡ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ശരി ഗൈസ്.